പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ ഫൈസൽ അൻവരിയുടെ മകൻ മുഹമ്മദ് ഫഹീമാണ്. 90 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ഈ കാണുന്നത് അവന്റെ കരളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ചലവും പഴുപ്പും ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ ഹൃദയം തകർന്ന ഒരു കാഴ്ചയാണത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വിനീതം വളരെ പ്രയാസത്തിലാണ്. എൻ്റെ മോന് പെട്ടെന്നൊരു സർജറി ആവശ്യമായി വന്നു. ലക്ഷൂർ ഹോസ്പിറ്റലിൽ പോയി ചികിത്സയിലാണ്. സർജറി കഴിഞ്ഞു. ഒരു 3-3.5 ലക്ഷം രൂപ ചെലവ് വരുന്നു. പ്രിയപ്പെട്ടവരെ, ഫൈസൽ അൻവരിക്ക് നമ്മളോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഒരു അറിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മൾ എറണാകുളം ജില്ലയിലെ ലക്ഷൂർ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. 3 മാസം മാത്രം പ്രായമുള്ള ഇദ്ദേഹത്തിൻ്റെ മോന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇനി ഹോസ്പിറ്റലിൽ കെട്ടിവെക്കാനായിട്ട് ഒരു 3 ലക്ഷം രൂപ കൂടി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പിതാവ് നിൽക്കുന്നത്. ഈ കുട്ടിക്ക് ജന്മന പിത്തനാളി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കരളിൻ്റെ പ്രവർത്തനം ഏകദേശം 30% ഉള്ളത്. 70%-ഓളം വർക്കിംഗ് അല്ലാതായത് പ്രകാരമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും PK ദാസ് ഹോസ്പിറ്റലിൽ, ക്രസൻറ്റ് ഹോസ്പിറ്റൽ, ആലത്തൂർ എന്നിവിടങ്ങളിലെല്ലാം ചികിത്സയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നല്ലവരായിട്ടുള്ള എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും ഈ ഇതിനു വേണ്ടിയിട്ട് കഴിയുന്നൊരു സഹായം ചെയ്തു കൊടുത്ത് ഇവരെ കുടുംബത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം ഒരു 10,500 മുതൽ 11,000 രൂപ വരെ ഉള്ളിലുള്ള ശമ്പളമാണ് ഇദ്ദേഹത്തിന് നിലവിലുള്ളത്. ഈ കൊറോണയൊക്കെ ആയപ്പോൾ ശമ്പളം കൂടെ പകുതിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരും ഈ കുഞ്ഞുമോനെ കൈവിടരുത്. 3 മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ. കഴിയുന്ന എല്ലാവരും നമ്മുടെ കുട്ടികളെ പോലെ കരുതി സഹായിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടിക്ക് കരളിൽ നിന്നും മാലിന്യം പുറന്തള്ളുന്ന ട്യൂബില്ല. അപ്പോൾ ആ പിത്തനാളിക്ക് വേണ്ടി ഇപ്പോൾ സർജറി നടത്തിയിട്ടുണ്ട്. ഈ സർജറി ചെയ്തിട്ട് ഇപ്പോൾ ലിവറിൽ നിന്നും നേരിട്ട് തന്നെ പുറത്തേക്ക് എക്സ്റ്റേണൽ ട്യൂബ് ഇട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു മേജർ സർജറിയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ചിലവ് കുറച്ച് ഭീമമായിരിക്കും. ഈ ഉസ്താദിനെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരും സഹായിക്കണം. ഇതിന് കൂടെ കൊടുത്തിരിക്കുന്നത് ഈ കുട്ടിയുടെ വാപ്പാടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറൊക്കെയാണ്. കഴിയുമെങ്കിൽ എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണം. ഈ പൊന്നുമോനെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് വിനീതമായിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.